afternoon. Today we are going to study a new lesson, Lines Written in Early Spring, written by the famous romantic poet William Wordsworth. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രമുഖ കാൽപ്പനിക കവി അല്ലെങ്കിൽ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് നോക്കാം. വില്യം വേർഡ്സ്വർത്ത് ബോൺ ഇൻ 1770 ആൻഡ് ഡൈഡ് ഇൻ 1850 ആൻഡ് ഹി വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. 1770 ജനിച്ച് 1850 മരിച്ച വില്യം വേർഡ്സ്വർത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ റൊമാൻറ്റിക് പോയറ്റ് എന്ന വിഭാഗത്തിൽ പെടുന്നു, കാൽപ്പനിക കവി എന്ന വിഭാഗത്തിൽ പെടുന്നു. ലിറിക്കൽ ബാലഡ്സ്, എ കളക്ഷൻ ഓഫ് പോയംസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത് ആൻഡ് സാമുവൽ ടൈലർ കോളറിഡ്ജ് മെയ്ഡ് ഹിം എ മേജർ ഫിഗർ ഇൻ ദ ലിറ്റററി സർക്കിൾ. അപ്പോൾ ഈ രണ്ട് വർക്കുകൾ ഏതൊക്കെ? എ കളക്ഷൻ ഓഫ് പോയംസും അതുപോലെ ലിറിക്കൽ ബാലഡ്സ് എന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് മാത്രമല്ല, ആ രണ്ട് വർക്കുകളോടുകൂടി സാഹിത്യ ലോകത്തിൽ മികച്ചു നിൽക്കുന്ന ഒരാളായി തീർന്നു വില്യം വേർഡ്സ്വർത്ത്. ഹി ബിക്കെയിം പോയറ്റ് ലൊറേറ്റ് ഇൻ 1843. 1843 അദ്ദേഹത്തിന് പോയറ്റ് ലൊറേറ്റ് എന്നുള്ള ബഹുമതി നേടാനായി. ഹിസ് ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദ പ്രില്യൂഡ്. ഈ മൂന്ന് വർക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖ വർക്കുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നെണ്ണം എഴുതിയിട്ടുള്ളൂ എന്നല്ല, ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് ദി പ്രില്യൂഡ് തുടങ്ങിയവ. In simple, ordinary language, Wordsworth presents nature as an antidote to the corrupting influences of society, and he is known as the poet of nature. അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ സാധാരണയായ ഭാഷയിലൂടെ അദ്ദേഹം പ്രകൃതിയെയും അതിനെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമെല്ലാം വളരെ നന്നായി തന്നെ വിവരിച്ചു പോന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ തീം എന്ന് പറയുന്നത് നേച്ചറാണ് അല്ലേ. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് പറഞ്ഞു തീം എന്ന് പറയുന്നത് നേച്ചറാണ്. അതുപോലെ തന്നെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ള പോയവും അതെ, അതിൻ്റെ തീം എന്ന് പറയുന്നത് നേച്ചറാണ്. തീം എന്താണ്? നേച്ചർ, പ്രകൃതിയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? പോയറ്റ് പറയുന്ന കാര്യം ദ ലിവിങ് ഹാർമണി വിത്ത് നേച്ചർ, അതായത് ഹ്യൂമൻ ബീയിങ്ങും അതുപോലെ നേച്ചറും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അവർ ആത്മാവും പോലെ അല്ലെങ്കിൽ എന്താണ്, അവർ തമ്മിലൊരു അടങ്ങാനാവാത്ത ബന്ധമുണ്ട്. ഇത് എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും ഹ്യൂമൻ ബീയിങ്സ് പ്രകൃതിയെ നശിപ്പിക്കാൻ പാടുള്ളതല്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം കവിതയിലൂടെ. അപ്പോൾ ഈ കവിത ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് എഴുതപ്പെട്ട ഒരു കവിതയാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇത് പറഞ്ഞു തരാം. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത്, ഫ്രഞ്ച് വിപ്ലവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് എഴുതപ്പെട്ട ഒരു കവിതയാണ് നമ്മുടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നുള്ളത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഒരുപാട് സൈനികരും അതുപോലെ ഒരുപാട് നിരപരാധികളും കൊല്ലപ്പെടുകയുണ്ടായി. അപ്പം അതിൽ മനം തൊന്ന് അദ്ദേഹം ഒരിക്കൽ ഒരു ഗ്രോവിൽ, ഒരു തോട്ടത്തിൽ പോയിരിക്കുകയാണ്. തൻ്റെ സായാഹ്നത്തിൽ ഒരു തോട്ടത്തിൽ പോയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പ്രകൃതിയുടെ ഭംഗി, അതായത് പച്ചപ്പും പക്ഷികളുടെ കളകൂജനങ്ങളും കാറ്റിൻ്റെ മർമ്മരവും ജലത്തിൻ്റെ കളകളാരവും എല്ലാം അദ്ദേഹത്തിന് വളരെയധികം എന്ത് തോന്നുന്നുണ്ട്? ഇഷ്ടം തോന്നുന്നുണ്ട്. കേൾക്കുമ്പോൾ വളരെയധികം ആഹ്ലാദം തോന്നുന്നുണ്ട്. ബട്ട് അങ്ങനെയൊക്കെ ആഹ്ലാദം തോന്നുന്നുണ്ടെങ്കിൽ പോലും എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ അദ്ദേഹം ഈ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ഓർക്കുകയാണ്. നിരപരാധികളായ മനുഷ്യർ കുറേ കൊല്ലപ്പെടുന്നു, മനുഷ്യർ മനുഷ്യരെ തന്നെ കൊല്ലുന്നു. ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് തോന്നുന്നു? ഇയാൾക്ക് വളരെയധികം വിഷമം തോന്നുന്നു. പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകൾ കാണുമ്പോൾ, മനുഷ്യനോട് തന്നെ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകൾ കാണുമ്പോൾ അയാൾക്ക് വളരെയധികം സങ്കടം വരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഈ കവിത എഴുതിയിട്ടുള്ള. ഈ കവിതയിലൂടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറക്കുകയാണ്. നമുക്ക് കവിതയിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് പോവാം.
I heard 1,000 blended notes while in a grove I sat recline in that sweet mood when pleasant thoughts bring sad thoughts to the mind. ഇത് ഈ കവിത എഴുതപ്പെട്ടിട്ടുള്ളത് 4 വരി കൂട്ടിച്ചേർത്തിട്ടാണ്. ഓരോ 4 വരി ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു നമ്മളെന്താ പറയുക കവിതയിലെ പിന്നെ ഇതിനെന്താ പറയുക സ്റ്റാൻസ അല്ലേ, 4 വരികളുള്ള സ്റ്റാൻസകളായിട്ടാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇങ്ങനെ 4 വരികളുള്ള സ്റ്റാൻസയെ പറയുന്ന പേരാണ് ക്വാഡ്രൈൻ. QUADRINE ക്വാഡ്രൈൻ എന്ന് പറയും. 4 വരികളുള്ള ഒരു പോയത്തിലെ സ്റ്റാൻസയെ പറയുന്ന പേരാണ് ക്വാഡ്രൈൻ. അങ്ങനെ 4 വരികളുള്ള ക്വാഡ്രൈനുകളായിട്ടാണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സ്റ്റാൻസ നോക്കാം. സിമ്പിളാണ്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയാണ്. നമുക്ക് SLC എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നോക്കൂ. I heard 1,000 blended notes while in a grove I sat recline. I heard 1,000 blended notes. I heard. Here I means the poet. Poet heard. Here in the past tense ആണ് heard, കേട്ടു. 1,000 blended notes. Blended means mixed. Blended, mixed. Notes എന്ന് പറഞ്ഞാൽ സൗണ്ട്സ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൗണ്ട്സ്. അപ്പോൾ I heard 1,000 blended notes എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? He heard. He means the poet heard 1,000 of mixed various sounds. വ്യത്യസ്തങ്ങളായ 1000കണക്കിന് ശബ്ദങ്ങൾ ഞാൻ കേട്ടു എന്നാണ് ഇവിടെ പോയറ്റായ വില്യം വേർഡ്സ്വർത്ത് നമ്മളോട് പറയുന്നത്. I heard 1,000 blended notes. The poet heard 1,000 of mixed various sounds from the nature. പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് 1000കണക്കിന് ശബ്ദങ്ങൾ അദ്ദേഹം കേട്ടു എന്ന് പറയുന്നു. ആ ഒന്നാമത്തെ വരിയിൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമുണ്ട്. അവിടെ ഒരു ഒന്നാമത്തെ വരിയിൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് അടങ്ങിയിട്ടുണ്ട്. ഫിഗർ ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് എന്ന് പറയും. പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ പോയറ്റിക് ക്രാഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയും. ഫിഗർ ഓഫ് I heard 1,000 blended notes. The poet heard 1,000 of various notes. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൗണ്ട്സ് അല്ലേ. 1000കണക്കിന് ശബ്ദ മിശ്രണങ്ങൾ ഞാൻ കേൾക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ പേരാണ് ഹൈപ്പർബലെ. എന്താ ഹൈപ്പർബലെ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ എക്സാജറേറ്റ് ചെയ്ത് പറയാം. ഒരു 1, 2, 3, 4, 5 ശബ്ദങ്ങളായിരിക്കാം ആ കവി കേട്ടിട്ടുണ്ടാവുക. പക്ഷെ കവി നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? 1000കണക്കിന് ശബ്ദങ്ങൾ ഞാൻ കേട്ടു എന്നാണ് പറയുന്നത്. I heard 1,000 blended notes. എപ്പോഴാണ് കവി ഇത് കേൾക്കുന്നത്? While in a grove I sat reclined. റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിലാക്സ്ഡ് എന്നുള്ള അർത്ഥമാണ്. റിക്ലൈൻഡ്, റിലാക്സ്ഡ് അല്ലെങ്കിൽ കാംലി അല്ലെങ്കിൽ കംഫർട്ടബിളി എന്നൊക്കെ ഉള്ള അർത്ഥം. റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഐ സെയ്റ്റ്. സെയ്റ്റ് എന്ന് പറഞ്ഞാൽ സാറ്റ് എന്നുള്ളതിൻ്റെ പഴയ രൂപമാണ് സെയ്റ്റ്. സാറ്റ്, സിറ്റ്, സാറ്റ് കേട്ടിട്ടില്ലേ? സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക. അപ്പം ഐ സാറ്റ് റിക്ലൈൻ, ഞാൻ ഇരിക്കുമ്പോൾ. എവിടെ ഇരിക്കുമ്പോൾ? ഇൻ എ ഗ്രോവ്. ഗ്രോവ് എന്ന് പറഞ്ഞാൽ സ്മോൾ വുഡ്, അതായത് തോപ്പ് അല്ലെങ്കിൽ തോട്ടം എന്നൊക്കെ പറയില്ലേ. ഞാനൊരു തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് വെൻ I sat recline in a grove I heard 1,000 blended notes. അതാണ് പറയുന്നത്. The poet sit in a grove in a relaxed manner അല്ലെങ്കിൽ റിലാക്സ്ലി then he heard 1,000 blended notes. ആ സമയത്ത് 1000കണക്കിന് ശബ്ദങ്ങൾ അദ്ദേഹം കേട്ടു. In that sweet mood when pleasant thoughts bring sad thought to the mind. അപ്പോൾ ആ സമയത്ത്, in that sweet mood when pleasant thoughts bring sad thoughts to the mind. At the same time he became അല്ലെങ്കിൽ at the same time he enjoys the sounds of the nature and also he became sad about the cruelties of nature towards the human being. രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇൻ ദാറ്റ് സ്വീറ്റ് മോഡ് വെൻ പ്ലസന്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട് ടു ദി മൈൻഡ് എന്ന് പറയുന്നിടത്ത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ? പ്രകൃതിയോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകൾ ഓർക്കുമ്പോൾ അവന് സാഡ് വരുന്നു, അതായത് ദുഃഖം വരുന്നു. പക്ഷേ ഈ പ്രകൃതിയിൽ നിന്നുള്ള മനോഹാരിതയും അല്ലെങ്കിൽ അവിടുത്തെ പച്ചപ്പും എല്ലാം കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കവിക്ക് വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ട്. ഓക്കെ. പ്ലസന്റ് തോട്ട് എന്ന് പറഞ്ഞാൽ ജോയ് ഓഫ് നേച്ചർ.
സാഡ് തോട്ട് എന്ന് പറഞ്ഞാൽ മെൻ ആൻഡ് ഹിസ് വേൾഡ്, നമ്മുടെ മനുഷ്യലോകത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ആ കാര്യങ്ങളുമാണ് ഇവിടെ കവി പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ. To her fair works did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. To her fair works did nature link the human soul that through me ran. To her fair works, ഇവിടെ ഹർ എന്ന് പറയുന്നത് ആരെയാണ്? നേച്ചറിനെയാണ്. അപ്പോൾ അവിടെ ഒരു അലങ്കാരം ഉണ്ടല്ലോ, ഏതാണ്? പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള ഫിഗർ ഓഫ് സ്പീച്ചാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടു ഹെർ ഫെയർ വർക്ക്സ് എന്നുള്ളിടത്ത്. എന്തുകൊണ്ട് അവിടെ പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിക്കാൻ കാരണം? മനുഷ്യത്വാരോപണം എന്നാണ് പേഴ്സോണിഫിക്കേഷന് പറയുക അല്ലേ. ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സിനോട് ഏതിനെ താരതമ്യപ്പെടുത്തി? നേച്ചറിനെ താരതമ്യപ്പെടുത്തി. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്, പ്രകൃതിയുടെ ആ മനോഹാരിത അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ സൃഷ്ടികളെല്ലാം തന്നെ ഇറ്റ് ലിങ്ക് ദി ഹ്യൂമൻ സോൾ, നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവുമായിട്ടത് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദി പോയറ്റ് നേച്ചർ ഹാസ് ലിങ്ക്ഡ് ദി ഹ്യൂമൻ സോൾ ടു ഹെർ ഫെയർ വേൾഡ് ആക്ടിവിറ്റീസ്. അതാണ് പോയിറ്റ് പറയുന്നത്. പ്രകൃതിയുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവർ തമ്മിൽ നല്ല എങ്ങനെ പോകണം? ഹാർമണിയിൽ, പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോവേണ്ടവരാണ് ഇവർ എന്ന് കവി പറയുന്നു. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹേർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്നാൽ മച്ച് ഇറ്റ് ഗ്രീവ്ഡ് എന്ന് പറഞ്ഞാൽ സാഡ്, ഞാനിപ്പോൾ ദുഃഖിക്കുന്നു, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതാണ്? ദുഃഖിച്ചു പോകുന്നു. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്താണ് മനുഷ്യനോട് ചെയ്യുന്നത് എന്നോർത്ത്. ഇവിടെ ഫിഗർ ഓഫ് സ്പീച്ചിൻ്റെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ അല്ലിറ്ററേഷനാണ്. റിപ്പീറ്റേഷൻ ഓഫ് ദി സെയിം കോൺസണൻറ്റ് സൗണ്ട്സ്, അതാണ് അല്ലിറ്ററേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഏതാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അല്ലിറ്ററേറ്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത്? മ് അല്ലേ, എം എന്നുള്ള ലെറ്റർ അല്ലെങ്കിൽ മ് എന്നുള്ള സൗണ്ട്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അപ്പോൾ ഇവിടെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ? ആ മനുഷ്യൻ്റെ ക്രൂരതകൾ, നമ്മുടെ മനുഷ്യരോട് തന്നെ ക്രൂരത ചെയ്യുന്നു, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, man has created disharmony among his fellow men and destroyed nature, അല്ലെങ്കിൽ human cruelties towards the nature and also other fellow beings. അതാണ് അവിടെ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹ്യൂമൻ ക്രുവൽറ്റീസ് ഓഫ് നേച്ചർ അല്ലേ, ഹ്യൂമൻ ക്രുവൽറ്റീസ് ടുവേർഡ്സ് ദി നേച്ചർ ആൻഡ് ഓൾസോ അതർ ഫെലോ ബീങ്സ്, മറ്റുള്ളവരോടും അതുപോലെ പ്രകൃതിയോടും മനുഷ്യർ കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എന്ത് തോന്നുന്നത്? എല്ലാവർക്കും ദുഃഖം, അല്ലെങ്കിൽ എനിക്ക് ദുഃഖം തോന്നുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? 2 പാരഗ്രാഫ് മനസ്സിലായോ? 2 സ്റ്റാൻസ സിമ്പിളാണ്, നന്നായിട്ട് നോക്കുക. ഓക്കെ, ഇതാണ് 2 സ്റ്റാൻസയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, തേർഡ് പാരഗ്രാഫ് നോക്കൂ. ത്രൂ primrose tufts in that green bower the periwinkle trailed its wreaths, and it's my faith that every flower enjoys the air it breathes. നോക്കൂ എന്താ പറയുന്നത്? ത്രൂ primrose tufts എന്ന് പറഞ്ഞാൽ കൂട്ടം. ഈ സൈഡിൽ തന്നിട്ടില്ലേ ഈ ചിത്രം, അതാണ് primrose tufts എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തെ. ദ primrose tufts എന്ന് പറഞ്ഞാൽ ബഞ്ചസ് അല്ലെങ്കിൽ കൂട്ടം എന്ന്. primrose എന്ന് പറഞ്ഞാൽ ഒരിനം ചെടിയാണ്, അതാണ് സൈഡിൽ തന്നിട്ടുള്ളത്. ആൻഡ് ദാറ്റ് ഗ്രീൻ ബോവർ എന്ന് പറഞ്ഞാൽ വള്ളിപ്പടർപ്പ് അല്ലെങ്കിൽ വള്ളി കുടിലാരം എന്ന് പറയും, അതിനാണ് ഗ്രീൻ ബോവർ എന്ന് പറയുന്നത്. ദ പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു തരം പൂവാണ്, ഒരു പ്രത്യേക തരം പൂവ് പടർന്നു നിൽക്കുന്ന ഒരു തരം ചെടിയാണ് കേട്ടോ പെരിവിങ്കിൾ. ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത് എന്ന് പറഞ്ഞാലും ഇവിടെ അതാണ് പടർന്നു നിൽക്കുന്ന നമ്മൾ പറയില്ല പൂവ് കുലകുലയായിട്ട് നിൽക്കുന്ന ആ കൂട്ടം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പെരിവിങ്കിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതിങ്ങനെ പടർന്ന് കയറി പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലും നിറയെ പുഷ്പങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് the air it breathes, and I believe, it's my faith, എൻ്റെ വിശ്വാസം, I believe that every flower enjoys the air it breathes, എല്ലാ പൂക്കളും അവ ശ്വസിക്കുന്ന വായു
ആനന്ദത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അതായത് എവ്രി ക്രിയേച്ചർ ഇൻ ദ നേച്ചർ ബിക്കെയിം ഹാപ്പി എന്നാണ് പറയുന്നത്. എല്ലാവരും ഹാപ്പി ആയിത്തീരുന്നു, സന്തോഷവാനായിത്തീരുന്നു എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അവിടെ പ്രൈംറോസിൻ്റെ ടബ്സ് കൂട്ടത്തെ കാണാം, പെരിവിങ്കിളിൻ്റെ റീത്തിനെ കാണാം, പെരിവിങ്കിൾ നിറയെ പുഷ്പിച്ച് നിൽക്കുന്നത് കാണാം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്, ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് ഐ ബിലീവ് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്. എല്ലാ പൂക്കളും അല്ലെങ്കിൽ പക്ഷികളും അല്ലെങ്കിൽ പിന്നെ വൃക്ഷങ്ങളുമെല്ലാം അവ ശ്വസിക്കുന്ന വായുവിനെ ആസ്വദിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ പ്രകൃതിയെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും ഒരു അലങ്കാരമുണ്ട്, എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ദ എയർ ഇറ്റ് ബ്രീത്ത്സ് എന്നുള്ളത് എയർ ഇറ്റ് ബ്രീത്ത്സ്, അവിടെ ഇറ്റ് എന്നുള്ളത് ഏതിനെയാണ് പറയുന്നത്? പേഴ്സോണിഫിക്കേഷൻ. അവിടെ ഫ്ലവറിനെയാണ് പറയുന്നത് അല്ലേ. സാധാരണ ആരാ ശ്വസിക്കുക? മനുഷ്യന്മാരാണ് ശ്വസിക്കുക പറയുക അല്ലേ. ഇവിടെ ഫ്ലവറിനെ പരിഗണിച്ചതുകൊണ്ട് നമ്മളവിടെ അലങ്കാരം ഉപയോഗിച്ചിട്ടുണ്ട്. അലങ്കാരത്തിൻ്റെ പേരാണ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ എന്താണ്? ദ എയർ ഇറ്റ് ബ്രീത്ത്സ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻസ. The birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure. അപ്പോൾ നമ്മളോട് ഇവിടെ പക്ഷികളുടെ കാര്യം പറഞ്ഞു, പൂക്കളുടെ കാര്യം പറഞ്ഞു, ഇനി പക്ഷികളുടെ കാര്യം പറയാം. The birds around me hopped and played. Hopped എന്ന് പറഞ്ഞാൽ jumped in joy, സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുന്നു. The birds around me hopped and played. Hopped means jumped in joy, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. അപ്പം the birds around me hopped and played. അവ കളിക്കുന്നു, അവ തുള്ളി തിമിർക്കുന്നു. Their thoughts, their എന്ന് പറഞ്ഞാൽ birds, their thoughts I cannot measure. ആ പക്ഷികളുടെ ചിന്തയെ എനിക്ക് അളക്കാൻ കഴിയില്ല. But the least motion means silly movement of the bird which they made, it seemed a thrill of pleasure. ഇപ്പം ഞാൻ എൻ്റെ ചുറ്റുവട്ടത്തുള്ള പക്ഷികൾ ചാടിക്കളിക്കുന്നതും അല്ലെങ്കിൽ കൂക്കി വിളിക്കുന്നതും, അതായത് അവരിങ്ങനെ തുള്ളി ചാടി പറന്ന് ഉല്ലസിച്ച് നടക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവയുടെ തോട്ട്സ്, അവയുടെ ചിന്തകൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, അവരെല്ലാവരും സന്തോഷത്തിലാണ്. ആ കാര്യം മാത്രം എനിക്കറിയാമെന്നാണ് പോയിറ്റ് പറയുന്നത്. ഓക്കെ, the birds around me hopped and played, their thoughts I cannot measure, but the least motion which they made, it seemed a thrill of pleasure.